Hello dear students. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡൽ ക്വസ്റ്റ്യൻ സെറ്റ് 1 ആണ്. അപ്പം ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ആൻസേഴ്സാണ് നമ്മൾ ഇനി ഓരോ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ സെറ്റാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ. അതിൽ പാർട്ട് എയിൽ first question, briefly explain the portable, secure and robust features of Java. അപ്പോൾ നമ്മൾ ജാവ ബസ്വേർഡ്സിൻ്റെ അകത്ത് ബസ്വേർഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ബസ്വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചേഴ്സ് ഓഫ് ജാവ തന്നെയാണ്. അപ്പം സം ഓഫ് ദ ഫീച്ചേഴ്സ് ഓഫ് ജാവയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു എസ്സേ പഠിച്ചു കഴിഞ്ഞാൽ ഏത് ഫീച്ചർ ചോദിച്ചാലും നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പോർട്ടബിൾ, സെക്യൂർ ആൻഡ് റോബസ്റ്റ് ഫീച്ചേഴ്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? Because it facilitates to carry the Java bytecode to any platform. It doesn't require any implementation. അതുകൊണ്ടാണ് നമ്മൾ ജാവ പോർട്ടബിൾ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് സോഴ്സ് ഫയലിനെ എന്താക്കിയാണ് മാറ്റുന്നത്? കമ്പൈലർ, ജാവ കമ്പൈലർ എന്താക്കി മാറ്റും? ബൈറ്റ് കോഡാണ് മാറ്റുന്നത്. ഈ ബൈറ്റ് കോഡിനെയാണ് ജാവ ഇൻ്റർപ്രറ്റർ വഴി ഒബ്ജക്റ്റ് കോഡാക്കി മാറ്റുന്നത്, അല്ലേ? അപ്പോൾ ഈ ബൈറ്റ് കോഡ് എന്താണ്? ബൈറ്റ് കോഡ് വിൽ ബി ഏബിൾ ടു ക്യാരി ദിസ് ബൈറ്റ് കോഡ് ടു എനി പ്ലാറ്റ്ഫോം. അതുകൊണ്ട് തന്നെയാണ് ദിസ് മേക്സ് ദ ജാവ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, സെക്കൻഡ് ഫീച്ചർ ഈസ് സെക്യൂർഡ്. സെക്യൂർഡ് മീൻസ് ബിക്കോസ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എനി എക്സ്പ്ലിസിറ്റ് പോയിൻറ്റർ. ഇത്രയല്ല, ജാവ പ്രോഗ്രാംസ് റൺ ഇൻസൈഡ് എ വെർച്വൽ മെഷീൻ സാൻഡ് ബോക്സ്. വെർച്വൽ മെഷീൻ സാൻഡ് ബോക്സിലാണ് റൺ ചെയ്യുന്നത്. സോ നമുക്ക് പറയാം സെക്യൂർഡ് ആണെന്ന്. ദെൻ അനദർ ഫീച്ചർ ഈസ് why Java language is secure. Class loader feature. Class loader feature means it is able to load the Java classes into a Java virtual machine dynamically. That means it adds security by separating the packages for the classes of the local file system from those that are imported from network sources. Okay. നെക്സ്റ്റ് ഇസ് ബൈറ്റ് കോഡ് വെരിഫയർ. വെരിഫയർ എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഒന്നുമില്ല, ഈ കോഡ് ഫ്രാഗ്മെൻറ്റ്സിനെയൊക്കെ ഇല്ലീഗൽ കോഡിനെ എഗെയിൻസ്റ്റ് ചെക്ക് ചെയ്യും. ദാറ്റ് ക്യാൻ വയലേറ്റ് ആക്സസ് റൈറ്റ് ടു ഒബ്ജക്ട്സ്. അപ്പോൾ ബൈറ്റ് കോഡ് വെരിഫയറും ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് പറയാം ജാവ ഇസ് സെക്യൂർഡ്. നെക്സ്റ്റ് ഇസ് റോബസ്റ്റ്. Robust means simply the Java language is strong. That is, it uses strong memory management. Okay, strong memory management ആണ്. ദെൻ നമുക്കറിയാം എക്സ്പ്ലിസിറ്റ് പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി പ്രോബ്ലംസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം. ദെൻ ഗാർബേജ് കളക്ഷൻസ്, ഓട്ടോമാറ്റിക് ഗാർബേജ് കളക്ഷൻസ് ആണ് ജാവയിലുള്ളത്. which runs on the Java virtual machine to get rid of objects which are not being used by the Java application. ഇനി നമുക്കറിയാം അതേപോലെ തന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ടൈപ്പ് ചെക്കിംഗ് മെക്കാനിസംസും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒക്കെ പോയിന്റ്സ് ആണ് വിച്ച് മേക്സ് ദ ജാവ റോബസ്റ്റ്. സോ ഇതാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഇസ് പോർട്ടബിൾ, സെക്യൂർ ആൻഡ് റോബസ്റ്റ് ഫീച്ചേഴ്സ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് വിത്ത് സ്യൂട്ടബിൾ ജാവ പ്രോഗ്രാം. അപ്പോൾ ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണ്, ഒരു ജാവ പ്രോഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ ക്ലാസ് ഇസ് എ കോർ ഓഫ് ജാവ ലാംഗ്വേജ്. ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ടെംപ്ലേറ്റ് ദറ്റ് ഡിസ്ക്രൈബ്സ് എ ബിഹേവിയർ ആൻഡ് സ്റ്റേറ്റ്സ് ഓഫ് എ പെർട്ടിക്കുലർ എൻറ്റിറ്റി. ഒരു ക്ലാസ്സിന് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഡിസ്ക്രൈബ്സ് എ ബിഹേവിയർ ആൻഡ് സ്റ്റേറ്റ് ഓഫ് എ പെർട്ടിക്കുലർ എൻറ്റിറ്റി. ഓക്കെ, ഒരു ബിഹേവിയർ, ഒരു പെർട്ടിക്കുലർ എൻറ്റിറ്റിയുടെ ബിഹേവിയറും സ്റ്റേറ്റുമാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പറയാം ഒരു യൂസർ ഡിഫൈൻഡ് ഡേറ്റ ടൈപ്പാണ് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ് വെച്ചിട്ട് അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി വാട്ട് ഈസ് ദിസ് ഒബ്ജക്റ്റ്? Object is an instance of a class. A class means what? It's a template that describes the behaviors and attributes, behaviors and states of a particular entity. കാരണം ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് വേരിയബിൾസും മെത്തേഡ്സും നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. The combination of class. But once class is defined, we will be able to create the object of that class. Object means what? It's an instance of a class. ഇപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത്. ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു ഇറ്റ് കണ്ടെയ്ൻസ് ബോത്ത് ഡേറ്റ
and methods. It contains both data and methods. Methods എന്ന് പറഞ്ഞാൽ that operate on data. ഇനി ഈ ഡേറ്റ അല്ലെങ്കിൽ വേരിയബിൾസ് ദാറ്റ് ഇസ് ഡിഫൈൻഡ് വിത്തിൻ ദ ക്ലാസ്, ഒരു ക്ലാസ്സിൻ്റെ അകത്ത് നമുക്ക് ഡേറ്റയും മെത്തേഡ്സും വരും. സോ ദ ഡേറ്റ ഓർ ദ മെത്തേഡ് ഓർ ദ വേരിയബിൾസ് ഡിഫൈൻഡ് വിത്തിൻ ദ ക്ലാസ് ആർ നോൺ ആസ്, ഇതിനെയാണ് ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയും. ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന ഡേറ്റേനെ അല്ലെങ്കിൽ വേരിയബിൾസിനെ പറയുന്നതാണ് ഇൻസ്റ്റൻസ് വേരിയബിൾസ്. ഓക്കെ, എന്താണ് ഇൻസ്റ്റൻസ് വേരിയബിൾസ്? ഇനി അതേപോലെ തന്നെ ഇനി എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ആ ഡേറ്റയിൽ പെർഫോം ചെയ്യുന്നത്, ദാറ്റ് ഈസ് ദ കോഡ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദിസ് ഡേറ്റ ഇസ് നോൺ ആസ് മെത്തേഡ്സ്. ആ ഓപ്പറേഷൻസ് ആണ് എന്ത് പറയുന്നത്, മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം ഈ രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേറ്റേനെ മെത്തേഡ്സിനെ എനിക്ക് കമ്പൈൻ ചെയ്ത് പറയാം. ദേ ആർ ദ ക്ലാസ് മെമ്പേഴ്സ്. The instance variables and the methods are known as class members. ജസ്റ്റ് അറിഞ്ഞിരിക്കുക, ക്ലാസ് എന്താണെന്ന് പറയാം. that describes the behavior and states of a particular entity. Then a class defines a new data type. Once a class is defined, we can create an object of that class, that particular class of that type. Then what is this object? It's an instance of class. Ini the class, it contains both the data. Class, it contains both the data and methods. Data means the variables or the data that is defined within the class is known as instance variables, and the operations performed on those data is known as method. In both this data and methods are known as class members. Okay, ഇനി നമുക്ക് അതിൻ്റെ സിൻടാക്സ് നോക്കാം. ക്ലാസിൻ്റെ സിൻടാക്സ് നോക്കാം. എങ്ങനെയാണ് ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്? ക്ലാസ് എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ്. class name, then within braces we'll be giving field means the data or the variables or the instance variable, then method, and this both field or the instance variable and method are known as class members. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്ലാസ്സിനെ ഡിക്ലെയർ ചെയ്യുന്നത്. ക്ലാസ് അതൊരു കീവേഡാണ്. ദെൻ ക്ലാസ് നെയിം. ഇനി നമ്മൾ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൻ്റെ പേര് ക്ലാസ് നെയിം, ദെൻ വേരിയബിൾ നെയിം ഇസ് ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റുഡൻറ്റ് അപ്പം അതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻസ് വേരിയബിളാണ് റോൾ നമ്പറും നെയിമും. ഇവരെയാണ് ഞാൻ ഇൻസ്റ്റൻസ് വേരിയബിൾസ് എന്ന് പറയുന്നത്. ഇനി സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ക്ലാസ്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൻ്റെ പേരാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഞാൻ പറയാം ക്ലാസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ബോത്ത് ഇൻസ്റ്റൻസ് വേരിയബിൾസ് ആൻഡ് മെത്തേഡ്സ്. അപ്പോൾ ഇൻസ്റ്റൻസ് വേരിയബിൾസ് ഏതൊക്കെയാണ്? റോൾ നമ്പറും സ്ട്രിങ്ങും. പിന്നെ മെത്തേഡ് ഏതാണ്? ഇൻഫോ എന്ന് പറഞ്ഞാണ് മെത്തേഡ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇഷ്ടമുള്ള കണ്ടൻറ്റ് കൊടുക്കാം, അതിൻ്റെ മെത്തേഡ് ഡെഫിനിഷൻ കൊടുക്കാം. ഇനി നമുക്കറിയാം എല്ലാ പ്രോഗ്രാമും ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം ദ മെയിൻ മെത്തേഡ് അല്ലേ? അപ്പോൾ മെയിൻ മെത്തേഡാണ് നമ്മുടെ ജാവയിൽ യൂസ് ചെയ്യുന്ന മെയിൻ മെത്തേഡാണ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് args. അപ്പോൾ അതിൻ്റെ അകത്ത് വേണം നമ്മൾ ഒരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സിൻടാക്സ് നമ്മളിവിടെ പഠിച്ചു. ക്ലാസ് നെയിം, വേരിയബിൾ നെയിം ഇസ് ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. ക്ലാസ് നെയിം എന്താണ്? സ്റ്റുഡൻറ്റ്. വേരിയബിൾ നെയിം മൈ ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എനിക്ക് പെർട്ടിക്കുലർ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യണമെങ്കിൽ, ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഓപ്പറേറ്റ്സ് ഓൺ ദിസ് ഡേറ്റ റൈറ്റ്. അപ്പം ഇതിനെ എനിക്ക് ഇൻവോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു മെത്തേഡിനെ എനിക്ക് ഇൻവോക്ക് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സിൻടാക്സ് എന്താണ്? ഒബ്ജക്റ്റ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം. എന്താണ്? ഒബ്ജക്റ്റ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് നെയിം എന്താണ്? ഒബ്ജക്റ്റ് നെയിം ഡോട്ട് മെത്തേഡ് നെയിം. ഇവിടെ ഒബ്ജക്റ്റ് നെയിം എന്താണ്? മൈ ഒബ്ജക്റ്റ്. സോ മൈ ഒബ്ജക്റ്റ് ഡോട്ട് മെത്തേഡ് നെയിം എന്താണ്? ഇൻഫോ. സോ മൈ ഒബ്ജക്റ്റ് ഡോട്ട് ഇൻഫോ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നേരെ നമുക്കറിയാം പ്രോഗ്രാം ഓൾവേസ് സ്റ്റാർട്ട്സ് ഫ്രം ദ വോയിഡ് മെയിൻ. അപ്പം ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒബ്ജക്റ്റാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാകും. ഇനി മൈ ഒബ്ജക്റ്റ് ഡോട്ട് ഇൻഫോ. അപ്പം മൈ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ്. അപ്പോൾ മനസ്സിലാക്കും സ്റ്റുഡൻറ്റിൻ്റെ അകത്തുള്ള ഒരു മെത്തേഡ് തന്നെയാണ് ഇൻഫോ. അപ്പോൾ ഇത് വിളിക്കുമ്പോഴത്തേക്കും നോർമലി ഇതെന്താ സംഭവിക്കുന്നത്?
മൈ ഒബ്ജക്റ്റ് ഡോട്ട് ഇൻഫോ വിളിക്കുമ്പോൾ നേരെ ഇൻഫോമിലോട്ട് പോകും. കാരണം മൈ ഒബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റാണ്. സോ നേരെ സ്റ്റുഡൻ്റ് എന്ന ക്ലാസ്സിൻ്റെ അകത്ത് വന്നിട്ട് നേരെ ഇൻഫോ എന്ന് പറഞ്ഞ മെത്തേഡിൻ്റെ അകത്ത് പോയിട്ട് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യും. അതായത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻ്റ് റോൾ നമ്പർ. അപ്പോൾ നമ്മളിവിടെ റോൾ നമ്പർ എന്താണ് ഇവിടെ കൊടുക്കുന്നത്, അത്. അടുത്ത നെയിം. ഓക്കെ, റോൾ നമ്പർ ഞാനിവിടെ 5 ആണ്. സോ റോൾ നമ്പർ 5. നെയിമിൻ്റെ അവിടെ ആര്യ. സോ നെയിം ആര്യ. ഇങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ക്ലാസ്സും ഒബ്ജക്റ്റും ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് മെത്തേഡ് ഓവർ റൈഡിങ് വിത്ത് ആൻ എക്സാമ്പിൾ. ഇത് നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മെത്തേഡ് ഓവർ റൈഡിങ് കൺഫ്യൂസ്ഡ് ആവരിൽ. കാരണം മെത്തേഡ് ഓവർ റൈഡിങ് ഉണ്ട്, മെത്തേഡ് ഓവർലോഡിങ് ഉണ്ട്. മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കുക, ഇൻഹെറിറ്റൻസ്, സംവാട്ട് റിലേറ്റഡ് ടു ഇൻഹെറിറ്റൻസ്. മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറയുമ്പോൾ പോളിമോർഫിസം. ഓക്കെ, അപ്പം മെത്തേഡ് ഓവർ റൈഡിങ് ആണ്. ഇൻഹെറിറ്റൻസ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അവിടെ ബേസ് ക്ലാസ്സും ചൈൽഡ് ക്ലാസ്സും കൂടെ കൺസെപ്റ്റ്, ബേസ് ക്ലാസ് ചൈൽഡ് ക്ലാസ് കൺസെപ്റ്റ് വരും അല്ലേ. ഓക്കെ, അപ്പം അവിടെ നമുക്ക് വരയ്ക്കുവാണെങ്കിൽ ഇതാണ് ബേസ് ക്ലാസ് അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ്, ഇതാണ് ചൈൽഡ് ക്ലാസ് അല്ലെങ്കിൽ സബ് ക്ലാസ്. ഓക്കെ, അപ്പം എന്താണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്? ഇഫ് എ സബ് ക്ലാസ്, അതായത് ചൈൽഡ് ക്ലാസ്, ആസ് എ സെയിം മെത്തേഡ് ആസ് ഡിക്ലെയർഡ് ഇൻ ദ പാരൻറ്റ് ക്ലാസ്, ഇറ്റ് ഈസ് നോൺ ആസ് മെത്തേഡ് ഓവർ റൈഡിങ്. അപ്പം സെയിം മെത്തേഡ്, ഇപ്പം ഒരു ക്ലാസ്സിൻ്റെ അകത്ത് മെത്തേഡ് ഡേറ്റ ഇൻസ്റ്റൻസ് വേരിയബിൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു മെത്തേഡ് തന്നെ രണ്ട് ക്ലാസ്സിലും, സെയിം മെത്തേഡ് തന്നെ രണ്ട് ക്ലാസ്സിലും വരുവാണ്. അതായത് ഈ ക്ലാസ്സിലും റൺ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്, ഈ ക്ലാസ്സിലും റൺ എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് പറയാം ഇതിനെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. അതായത് ഇഫ് ദ ചൈൽഡ് ക്ലാസ് ഓർ ദ ബേസ് ക്ലാസ് ആസ് എ സെയിം മെത്തേഡ് ആസ് ഡിക്ലെയർഡ് ഇൻ പാരൻറ്റ് ക്ലാസ്, പാരൻറ്റ് ക്ലാസ്സിലുള്ള അതേ മെത്തേഡാണ് ചൈൽഡ് ക്ലാസ്സിലും യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇതിനെയാണ് മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇംപ്ലിമെൻറ്റേഷൻ വിത്തിൻ ദ സബ് ക്ലാസ്. സബ് ക്ലാസ്സിലുള്ള ഇംപ്ലിമെൻറ്റേഷൻ റീപ്ലേസസ് ദ ഇൻഹെറിറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ ഫ്രം ദ പാരൻറ്റ് ക്ലാസ്. അതായത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണാം, ക്ലാസ് വെഹിക്കിൾ. അപ്പോൾ ഇവിടെ ഏതൊക്കെ ക്ലാസ് ഉണ്ടെന്ന് നോക്കിയേ. വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, ഇവിടെ നോക്കിയേ ബൈക്ക് 2 എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇൻഹെറിറ്റൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പാരൻറ്റ് ക്ലാസ് ആണ്. ബൈക്ക് 2 എന്ന് പറഞ്ഞാൽ എന്താണ്, ബൈക്ക് 2 എന്ന് പറയുന്നത് ഇവിടെ ചൈൽഡ് ക്ലാസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ് ബൈക്ക് 2 നോർമൽ ക്ലാസ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്, ക്ലാസ് നെയിം, പക്ഷെ അതിൻ്റെ കൂടെ ഇവിടെ എക്സ്റ്റെൻസ് വെഹിക്കിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ബൈക്ക് എന്ന് പറഞ്ഞ ക്ലാസ് വെഹിക്കിളിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ബൈക്ക് ഇസ് ദ ചൈൽഡ് ക്ലാസ് ആൻഡ് വെഹിക്കിൾ ഇസ് ദ പാരൻറ്റ് ക്ലാസ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വരച്ചു. ഇനി വെഹിക്കിളിൻ്റെ അകത്തുള്ള, വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്തുള്ളൊരു മെത്തേഡാണ് റൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ആ മെത്തേഡിൻ്റെ അകത്ത് ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന വെഹിക്കിൾ ഈസ് റണ്ണിങ്. ഓക്കെ, ഫൈൻ. ഇനി ഞാൻ കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ. ഇനി ഞാൻ കൊടുത്തിരിക്കുന്ന ബൈക്ക് 2 എന്ന് പറഞ്ഞ ക്ലാസ്, എന്ന് പറഞ്ഞാൽ വിച്ച് എക്സ്റ്റെൻസ് വെഹിക്കിൾ ക്ലാസ്. അതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന പേരെന്താണ്, മെത്തേഡിൻ്റെ പേരെന്താണ്, റൺ തന്നെയാണ്. ഓക്കെ, റൺ തന്നെയാണ്. അപ്പോൾ വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ റൺ മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെഹിക്കിൾ ഈസ് റണ്ണിങ്. ഇനി ബൈക്ക് 2 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് ഞാൻ റൺ എന്ന് പറഞ്ഞ മെത്തേഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ബൈക്ക് ഈസ് റണ്ണിങ് സേഫ്ലി. ഇനി ഇതാണ്ട് വേറൊരു ക്ലാസ്സും കൂടെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഫോർ ഡിഫൈനിങ് അവർ മെയിൻ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു ക്ലാസ്സും കൂടെ കൊടുത്തു. അപ്പോൾ അതിൻ്റെ അകത്ത് നോക്കിക്കേ, ഇപ്പോൾ നമുക്ക് നോർമലി ഒരു ഇൻഹെറിറ്റൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ചൈൽഡ് ക്ലാസ് ഏതാണ്, ബൈക്ക്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ചൈൽഡ് ക്ലാസ് നെയിം, ഒബ്ജക്റ്റ് നെയിം ഇസ് ഈക്വൽ ടു ന്യൂ ചൈൽഡ് ക്ലാസ് നെയിം. അപ്പം ബൈക്ക് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എന്താണ്, OBJ. അപ്പം ഞാൻ OBJ ഡോട്ട് റൺ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ
നോക്കിക്കേ, obj.run എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെഹിക്കിൾ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്തും റണ്ണ് കിടപ്പുണ്ട്, അതേപോലെ ബൈക്ക് 2 എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് റണ്ണ് കിടപ്പുണ്ട്. അപ്പം ഏത് റണ്ണിനെ പോയി ഇൻവോക്ക് ചെയ്യും? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ഏത് മെത്തേഡിനെ പോയി ഇൻവോക്ക് ചെയ്യും? വെഹിക്കിളിൻ്റെ ആണോ അല്ല ബൈക്ക് 2-ൻ്റെ ആണോ? വെഹിക്കിളിൻ്റെ ആണോ അല്ല ബൈക്ക് 2-ൻ്റെ ആണോ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയാൻ കാരണം? അതാണ് ഞാൻ ഇവിടെ ഡെഫിനിഷൻ പറയുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ വിത്തിൻ ദ സബ് ക്ലാസ് ഓവർറൈഡ്സ് മീൻസ് റീപ്ലേസസ് ദ ഇൻഹെറിറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ ഫ്രം ദ പാരൻറ്റ് ക്ലാസ്. അതായത് ഇപ്പോൾ പാരൻറ്റ് ക്ലാസ്സിൻ്റെ റൺ മെത്തേഡിനെ സപ്രസ് ചെയ്യും, അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യും, അല്ലെങ്കിൽ റൈഡ് ചെയ്യും, ഓവർ റൈഡ് ചെയ്യും. ആര്? ചൈൽഡ് ക്ലാസ്സിൻ്റെ ഡെഫിനിഷൻ മെത്തേഡ്. അതായത് obj.run എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ആരെ വിളിക്കത്തുള്ളൂ? obj.run എന്ന് പറഞ്ഞാൽ നേരെ ചൈൽഡ് ക്ലാസ്സിൻ്റെ അകത്തുള്ള റണ്ണിലേ പോകത്തുള്ളൂ, അല്ലാതെ പാരൻറ്റ് ക്ലാസ്സിൻ്റെ അകത്ത് പോകത്തില്ല. അതാണ് റീപ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓവർ റൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് വരുന്നത്? obj.run എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് എന്തായിരിക്കും വരുന്നത്? ബൈക്ക് ഈസ് റണ്ണിങ് സേഫ്ലി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡെഫിനിഷൻ പറയുന്നത്. If a child class has the same method as declared in the parent class, it is known as method overriding in Java. മാത്രമല്ല, implementation within the subclassൻ്റെ അകത്തുള്ള implementation replaces the inherited implementation from the parent class. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ യൂസേജ് ഓഫ് ജാവ മെത്തേഡ് overriding എന്താണ്? Method overriding is used to provide the specific implementation of a method which is already provided by its superclass or parent class. അതായത് സൂപ്പർ ക്ലാസ് അല്ലെങ്കിൽ പാരൻറ്റ് ക്ലാസ്സിൻ്റെ അകത്തുള്ള മെത്തേഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും, മെത്തേഡിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റൺ ടൈം പോളിമോർഫിസം മെത്തേഡ് ഓവർ റൈഡിങ് ഇസ് യൂസ്ഡ് ഫോർ റൺ ടൈം പോളിമോർഫിസം. ഓക്കെ, മെത്തേഡ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ കമ്പൈൽ ടൈം പോളിമോർഫിസം, ഇവിടെ റൺ ടൈം പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓവർ റൈഡിങ്. ഇനി റൂൾസ് ഫോർ ജാവ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെത്തേഡ് മസ്റ്റ് ഹാവ് ദ സെയിം നെയിം ആസ് ഇൻ ദ പാരൻറ്റ് ക്ലാസ്. റൂൾ എന്ന് പറഞ്ഞാൽ പാരൻറ്റ് ക്ലാസ്സിൻ്റെയും ചൈൽഡ് ക്ലാസ്സിൻ്റെയും സെയിം മെത്തേഡ് ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് പാരാമീറ്റർ പാരൻറ്റ് ക്ലാസ്സിൻ്റെ അകത്തുള്ള പാരാമീറ്റർ തന്നെ ആയിരിക്കണം. ദെൻ ഈസി റിലേഷൻഷിപ്പ് ആയിരിക്കണം, അതായത് ഇൻഹെറിറ്റൻസ് ഉണ്ടാവണം. രണ്ട് ക്ലാസ്സും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് വരണം, ഇൻഹെറിറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കണം. ഇതാണ് റൂൾസ് ഫോർ ജാവ മെത്തേഡ് ഓവർ റൈഡിങ്. അപ്പോൾ ഇത്ര ഓർക്കുക, മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ബോത്ത് ദ പാരൻറ്റ് ക്ലാസ് ആൻഡ് ദ ചൈൽഡ് ക്ലാസ് ഹാവ് ദ സെയിം മെത്തേഡ് ആണെങ്കിൽ അതിനെ മെത്തേഡ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ വിത്തിൻ ദ സബ് ക്ലാസ് ഓവർറൈഡ്സ് ഓർ റീപ്ലേസസ് ദ ഇൻഹെറിറ്റഡ് ഇംപ്ലിമെൻറ്റേഷൻ ഫ്രം ദ പാരൻറ്റ് ക്ലാസ്. ഓക്കെ, ഒരു എക്സാമ്പിളും വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. രണ്ട് ക്ലാസ്സിനും ഒരേ മെത്തേഡ് കൊടുക്കുക, പക്ഷേ മെത്തേഡ് ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ആയിരിക്കും. ആ ഒബ്ജക്റ്റ് വെച്ചിട്ട് മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് വരുന്നത്, അല്ലാതെ ബേസ് ക്ലാസ്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് മെത്തേഡ് ഓവർ റൈഡിങ്. ഓക്കെ, അപ്പം ഇത്രയാകുമ്പോഴത്തേ ഇതാണ് ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ്. അപ്പം ഇനി നമുക്ക് 4th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് എ യൂസ് ഓഫ് കീവേഡ് ഫൈനൽ ഇൻ ജാവ. ഞാൻ പറഞ്ഞു ഈ സെക്കൻഡ് മോഡ്യൂളിൽ 3 ടൈപ്പ് കീവേഡ്സ് ഉണ്ട്, ഫൈനൽ, സൂപ്പർ, ദെൻ ദിസ്. അപ്പോൾ ഇത്രയും കീവേഡ്സ് ഈ ഒരു മോഡ്യൂളിൽ ഒന്ന് കവർ ചെയ്ത് പഠിക്കുക. ഇതിൽ ഫൈനൽ എന്ന് പറഞ്ഞ കീവേഡിൻ്റെ യൂസേജ് എന്താണ് അതും കൂടെ നോക്കാം. ഫൈനൽ കീവേഡ് ഈസ് യൂസ്ഡ് ടു റെസ്ട്രിക്ട് ദ യൂസ്. അപ്പോൾ ഫൈനൽ എന്ന് പറയുമ്പോൾ ആ ഒരു പേര് എന്തായാലും നമുക്ക് മനസ്സിലാക്കാം. ഫൈനൽ വേരിയബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫൈനൽ എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇഫ് എ വേരിയബിൾ ഇസ് ഡിക്ലെയർഡ് അറ്റ് ഫൈനൽ ദേ കനോട്ട് ചേഞ്ച് ദ വാല്യൂ ഓഫ് ദ ഫൈനൽ വേരിയബിൾ. എക്സാമ്പിൾ നോക്കിക്കേ, ഫൈനൽ ദെൻ വേരിയബിൾ നെയിം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ, എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ക്ലാസ് എ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്, അതിൻ്റെ അകത്തുള്ളൊരു വേരിയബിളാണ് എ, സ്മോൾ ലെറ്റർ എ. അതിനെ ഞാൻ ഫൈനൽ ആക്കിയിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ ഒരു വാല്യൂ എൻ്റെ വാല്യൂ ഞാൻ 10 ആണ്. മീൻസ് അതൊരു കോൺസ്റ്റൻ്റ് ആണ്, എനിക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നോർമലി ഞാൻ ഇവിടെ എയുടെ വാല്യൂ 10 കൊടുക്കുകയാണെങ്കിൽ എനിക്ക് പിന്നീട് വേറെ ഇവിടെ ഓബ്ജക്റ്റ് എനിക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം, വേറൊരു വാല്യൂ ആയിട്ട് ചേഞ്ച് ചെയ്യാം. ബട്ട് ഇഫ്
ഞാൻ ഈ വാല്യൂ ഈ വേരിയബിൾ ഞാനൊരു ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ഈ എൻ്റെ വാല്യൂ ഈ പ്രോഗ്രാമിൽ ത്രൂ ഔട്ട് എന്ത് തന്നെയാണ് 10 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നോക്കിയിട്ട് എ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനാണ് എ ഒ ബി ജെ ഇസ് ഈക്വൾ ടു ന്യൂ എ. എന്നിട്ട് ഞാൻ ഒ ബി ജെ ഡോട്ട് എൻ്റെ വാല്യൂ ഞാനിവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. എൻ്റെ വാല്യൂ ഞാൻ 30 ആക്കാൻ പോവുകയാണ്. അപ്പോൾ 10 മാറിയിട്ട് അവിടെ എന്തായി 30 ആയി. അപ്പോൾ ഞാൻ അങ്ങനെ ശ്രമിക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് വി കനോട്ട് അസൈൻ എ വാല്യൂ ടു എ ഫൈനൽ വേരിയബിൾ. ഒരു ഫൈനൽ വേരിയബിൾ നമുക്ക് വാല്യൂ അസൈൻ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ഒരു എറർ കാണിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, എ എന്ന് പറഞ്ഞ വേരിയബിൾ ഫൈനൽ വേരിയബിളാണ്. അതുകൊണ്ട് എനിക്ക് വാല്യൂ ഇവിടെ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ 13 ശ്രമിക്കുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് എറർ കാണിക്കും? cannot assign a value to a final variable. This is the usage of the final keyword in Java. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്താണ് ഫൈനൽ കീവേഡ്. അതിൻ്റെ ഡെഫിനിഷനും എഴുതുക, ഒരു എക്സാമ്പിളും ഇതിൻ്റെ സിൻടാക്സും ഡെഫിനിഷൻ എഴുതുക, അതിൻ്റെ സിൻടാക്സ് എഴുതുക, ദെൻ ഒരു ജാവ പ്രോഗ്രാം കൂടെ എഴുതുക. ഓക്കെ, അപ്പം ഈ ഒരു പാർട്ടിൽ നമ്മൾ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.